ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റേസസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് CSCB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ബാങ്കിങ്ങിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഈ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ബാങ്കിങ് നമുക്കറിയാം, പ്രധാനപ്പെട്ട ടോപ്പിക് ആണെന്നറിയാം, അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മച്വേർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ്. ഇവിടെ പറഞ്ഞ ടേം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ടേം ഡെപ്പോസിറ്റ് എന്താണ് എന്നല്ല ചോദ്യം. ഇവിടുത്തെ ചോദ്യത്തിൽ ഇതിനാണ് നിങ്ങൾ ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മച്വേർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എന്താണ്? ഓപ്ഷൻ എ ടേം ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി ഡിമാൻഡ് ഡിപ്പോസിറ്റ്, ഓപ്ഷൻ സി കണ്ടിജന്റ് ലയബിലിറ്റി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ് ആണ്. ഇതിന്റെ ആൻസർ ഏതാണ്? നിങ്ങളൊന്ന് പറയാമോ? നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ പറയുന്നുണ്ട് ആൻസർ അറിയാം സാറേ. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കും? ടേം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താ ടേം ഡെപ്പോസിറ്റ്? എടാ മക്കളെ, നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിലെ അതിന്റെ മറ്റൊരു പേരാണ് ഈ ടേം ഡെപ്പോസിറ്റ്. ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ബാങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ മനസ്സിലായി, ഒരു ഫിക്സഡ് കാലയളവ് അതിനുണ്ട്. അത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടാണ് ഒരു എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ പറഞ്ഞിരിക്കുന്ന കാലാവധി കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? നമുക്ക് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതിന്റെ ഇൻട്രസ്റ്റോട് കൂടെ നമുക്ക് തിരികെ കിട്ടും എന്നുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പ്രത്യേകത. അപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിനെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് ഒരു ഡിമാൻഡ് ഡിപ്പോസിറ്റ് അല്ല. ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമർ എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു അപ്പോൾ ക്യാഷ് തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഡെപ്പോസിറ്റുകളാണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ക്യാഷ് കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അറിയാം തിരികെ വേണമെന്ന് പറഞ്ഞാൽ തിരികെ തരാൻ ബാങ്ക് ബാധ്യസ്ഥനാണെങ്കിൽ അത്തരത്തിലുള്ള ഡെപ്പോസിറ്റാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. നിങ്ങൾക്ക് ഉദാഹരണം അറിയാം, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നതിന് പ്രധാന ഉദാഹരണം സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് പട്ടികയിൽ വരുന്നതാണ് അല്ലെ. കറണ്ട് ഡെപ്പോസിറ്റ് ഒരു ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണ് അല്ലെ. അതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ടേം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്താലും തിരികെ തരാൻ ബാങ്കിന് ബാധ്യസ്ഥതയില്ല. മനസ്സിലായി? ഫിക്സഡ് ഡിപ്പോസിറ്റ് ഞാനിപ്പോ ഒരു 2 വർഷത്തേക്ക് ഒരു നിശ്ചിത തുക ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം 2 വർഷത്തിന് ശേഷം എനിക്കത് റിട്ടേൺ ചെയ്ത് തന്നാൽ മതിയെന്നാണ്. അതിനുള്ളിൽ ഞാൻ തിരികെ എടുക്കാനായിട്ടുള്ള റൈറ്റ് എനിക്കില്ല. പക്ഷെ എടുക്കാനായിട്ട് സാധിക്കും. പ്രീമച്വർ വിഡ്രോവൽ നമുക്ക് സാധിക്കും. എങ്കിലും ഞാൻ പറഞ്ഞത് ഫിക്സഡ് ഡിപ്പോസിറ്റിന് ഫിക്സഡ് കാലാവധി പറഞ്ഞിട്ടുണ്ട്. ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണ്. കറണ്ട് ഡെപ്പോസിറ്റ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. എപ്പോൾ ഡിമാൻഡ് ചെയ്യുന്നു, എനിക്കിപ്പോ ക്യാഷ് വേണമെന്ന് ഇപ്പൊ തരാം, എപ്പോൾ ഇടണോ ക്യാഷ് ഇടാം, ഓക്കെ, അതാണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഡിമാൻഡ് ചെയ്താലും തരണം. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, എന്തുകൊണ്ടാണ് സാർ ഈ ടേം ഡെപ്പോസിറ്റിനെ അല്ലെങ്കിൽ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിനെ നമ്മൾ ഈ ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്? കാരണം എപ്പോൾ ഡിമാൻഡ് ചെയ്താലും തരാൻ ബാങ്ക് ബാധ്യസ്ഥനല്ലല്ലോ ഫിക്സഡ് ഡിപ്പോസിറ്റ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് എഴുതുന്നത് ഉദാഹരണം 1/1/2024 നിങ്ങൾ ഒരു തുക ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. നിങ്ങൾ എഗ്രി ചെയ്തിരിക്കുന്ന 1 വർഷത്തേക്കാണ്. ഞാൻ പറയുന്നു, 1 വർഷത്തെ കാലാവധി എന്ന് പറഞ്ഞാൽ 1/1/2025 ആകുമ്പോൾ 1 വർഷം പൂർത്തിയാകും. ഈ 1/1/2025 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. മെച്യൂരിറ്റി ഡേറ്റ് അല്ലെ? മെച്യൂരിറ്റി ഡേറ്റ് ആണ്. അതായത് കാലാവധി പൂർത്തിയാകുകയാണ്. 1/1/2025 കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും കസ്റ്റമറിന് ആ തുക പിൻവലിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണ്. എപ്പോൾ ഡിമാൻഡ് ചെയ്താലും കൊടുക്കാൻ ബാങ്ക് ബാധ്യസ്ഥൻ. അതുകൊണ്ടാണ് മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. കുറച്ച് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കി പോകാം. ഡിപ്പോസിറ്റ് റീപേബിൾ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് എ സർട്ടൻ പീരീഡ് ഇസ് കോൾഡ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഒരു നിശ്ചിത കാലാവധി വരെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നറിയപ്പെടില്ല. ഒരു നിശ്ചിത കാലാവധി വരെ എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് നമുക്കറിയാം. ഇനി ഫിക്സഡ് ഡിപ്പോസിറ്റ് ആർ ഓൾസോ കോൾഡ് ടൈം ഡെപ്പോസിറ്റ് ഓർ ടേം ഡെപ്പോസിറ്റ്. അത് ഞാൻ പറഞ്ഞു, അതിന് മറ്റു പേരുകളാണല്ലേ. ടേം ഡെപ്പോസിറ്റ് എന്നാണ് ഈ ചോദ്യത്തിൽ വന്നിരുന്നത്. അപ്പൊ ടേം ഡെപ്പോസിറ്റ് എന്നോ ടൈം ഡിപ്പോസിറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അത് ഓർത്തോണം. നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റിനെ ഉദ്ദേശിച്ചാണ് ആ ചോദ്യം വരുന്നത് മനസ്സിലാക്കുക. ഇനി ഫിക്സഡ് ഡിപ്പോസിറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ബൈ ഇൻഡിവിജ്വൽ, ഫേംസ്, കമ്പനീസ്, ട്രസ്റ്റ്, സൊസൈറ്റി, ക്ലബ്സ് എക്സെട്ര.
ആർക്ക് വേണേലും ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാം. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ, ഒരു ഫേമിനോ, ഒരു കമ്പനിക്കോ, പാർട്ണർഷിപ്പ് ഫേമിനോ, ട്രസ്റ്റിനോ, സൊസൈറ്റിക്കോ, ക്ലബിനോ ആർക്ക് വേണേലും ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം. യാതൊരുവിധ കുഴപ്പവും ഇല്ല എന്ന് മനസ്സിലാക്കുക. മിനിമം പീരീഡ്, ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ മിനിമം പീരീഡ് നിങ്ങൾ ഓർത്ത് വെക്കണം. മിനിമം പീരീഡ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നിങ്ങൾക്കറിയാം, മിനിമം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ദിവസമാണ് കേട്ടോ. ബാങ്കുകളിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് മിനിമം കാലാവധി 7 ദിവസമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മിനിമം പീരീഡ് എന്ന് പറഞ്ഞാൽ 7 ദിവസമാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം എന്തല്ല, മിനിമം 7 ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, 7 ദിവസം വരെ മിനിമം അവിടെ കിടക്കണം, അതിനുശേഷം എനിക്ക് വിഡ്രോ ചെയ്യാം. ഞാൻ ചിലപ്പോൾ 10 വർഷത്തേക്കായിരിക്കാം ഡിപ്പോസിറ്റ് എഗ്രി ചെയ്തിട്ടായിരിക്കാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എനിക്ക് അർജന്റ് ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ക്യാഷ് വേണ്ടി വന്നാൽ ആ 10 വർഷം അല്ല അതിന് മുൻപ് എനിക്ക് വിഡ്രോ ചെയ്യാം. ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം, 1 മാസം കഴിഞ്ഞിട്ടായിരിക്കാം എനിക്ക് വിഡ്രോ ചെയ്യാം, യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ മിനിമം കാലാവധി 7 ദിവസമാണ്. അപ്പോ ഇന്നൊരാൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിലേക്ക് കൊടുക്കുകയാണ്, FD ഇടുകയാണ്. നാളെ അദ്ദേഹത്തിന് ആവശ്യം വരുമ്പോൾ ചെന്നെടുക്കാനായിട്ട് സാധിക്കുമോ? എടുക്കാൻ സാധിക്കും. അപ്പോൾ ചോദിക്കും, സാറേ എന്തുകൊണ്ടാ പിന്നെ മിനിമം 7 ദിവസം? എടാ, മിനിമം 7 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരികയുള്ളൂ. ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ കാലാവധി പൂർത്തിയാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അതിനു മുൻപ് പ്രീമച്വർ വിഡ്രോവൽ ചെയ്യപ്പെടുകയാണെങ്കിൽ, പ്രീമച്വർ ആയിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഫുൾ റേറ്റ് ഇൻട്രസ്റ്റ് കിട്ടില്ല, പക്ഷെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. ഒരു ഫൈനും ഈടാക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഫൈൻ ഈടാക്കുക എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിൽ ഒരു ചെറിയ കുറവ് വരും എന്നുള്ളതാണ് ശരിക്കും ആക്ച്വലി മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം മെച്യൂരിറ്റി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞിരിക്കുന്ന അതേ എഗ്രീഡ് ഇൻട്രസ്റ്റ് കിട്ടും. അതിന് മുൻപ് വിഡ്രോ ചെയ്താൽ ആ ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കിട്ടില്ല, ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും, നമുക്ക് എന്നാൽ ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ മിനിമം 7 ദിവസം കഴിഞ്ഞാലേ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. അതിന് മുൻപ് വിഡ്രോ ചെയ്താൽ ഇൻട്രസ്റ്റ് കിട്ടില്ല, പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ മിനിമം കാലാവധി 15 ദിവസമാണെന്നും മനസ്സിലാക്കി വെക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിക്കോട്ടെ, മാക്സിമം എത്രയേ ഉള്ളൂ? 10 വർഷമാണ് വരുന്നത് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഡേറ്റുകൾ പഠിച്ചു വെക്കുക. മാക്സിമം 10 വർഷമാണ്. ഇനി ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ക്വാർട്ടർലി ബേസിസിലാണ് കേട്ടോ. അതിന്റെ ഇൻട്രസ്റ്റ് ക്വാർട്ടർലി ബേസിസിലാണ്. പലതവണ CSEBക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചു പഠിക്കുക. ഈ കൊടുത്തിരുന്ന പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പോയിന്റ് മാത്രമല്ല, വിശദീകരിച്ചുള്ള പോയിന്റ് അല്ല, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള മാത്രം പോയിന്റുകൾ മാത്രം കേട്ടോ. അപ്പൊ ക്വാർട്ടർലി ബേസിസിലാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്. നിങ്ങൾ ഓർക്കരുത് FD ആണല്ലോ, അപ്പോൾ ഇയർലി ആയിരിക്കും എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. FD ആണ്. ഫിക്സഡ് ഡിപ്പോസിറ്റിന് ക്വാർട്ടർലി ബേസിലാണ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യപ്പെടുന്നത്. അതായത് നമുക്ക് ഇൻട്രസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കോമ്പൗണ്ട് ചെയ്യപ്പെടുന്ന ക്വാർട്ടർലി ബേസിസിലാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് പ്രധാനപ്പെട്ട ഒരു CSEB ചോദ്യമാണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ ഇടുന്നു. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒന്ന് വായിച്ചു നോക്കുക ആദ്യം. ഫിക്സഡ് ഡിപ്പോസിറ്റ് matures and proceeds are unpaid. The amount left unclaimed with the bank shall attract rate of interest as applicable to. എങ്ങനെയായിരിക്കും? To the savings account or the contracted rate of interest on maturity FD whichever is lower. അതായത് നമ്മൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ 1/1/2025 ആകുമ്പോൾ അത് മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നു. ഇവിടെ നമുക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. 1/1/2025 വിഡ്രോ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ വിഡ്രോ ചെയ്യുന്നില്ല. നമ്മൾ വിഡ്രോ ചെയ്യാതെ ആ എമൗണ്ട് അപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ തന്നെ സ്റ്റിൽ കിടക്കുകയാണ്. ഒരു മാസം അവിടെ കിടന്നു എന്ന് കരുതുക. ഒരു മാസം കൂടെ നമ്മുടെ ആ ക്യാഷ് അതേ അക്കൗണ്ടിൽ കിടക്കുകയാണ്, നമ്മൾ വിഡ്രോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മാസത്തേക്ക്, അതായത് ഇവിടെ ഒരു വർഷം, അതായത് 1/1/2024 മുതൽ ഒരു വർഷത്തേക്കുള്ള പലിശ കിട്ടും, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അത് നമുക്ക് ഉറപ്പാണ്. നമ്മൾ അത് എഗ്രി ചെയ്തിട്ടാണല്ലോ ഡെപ്പോസിറ്റ് ചെയ്തത്. എന്നാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ഒരു പക്ഷെങ്കിൽ 1/2/2025 കരുതുക. 1/1/2025 1/1/2025 മെച്യൂരിറ്റി ആയി. നമ്മൾ വിഡ്രോ ചെയ്യുന്ന 1/2/2025 പൈസ പിൻവലിക്കുന്നത്. അപ്പൊ ഈ ഒരു മാസത്തെ പലിശ നമുക്ക് കിട്ടുമോ എന്നാണ് ചോദ്യം. ഒരു മാസത്തെ പലിശ നമുക്ക് കിട്ടും. അത് ഏത് റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്ന FDയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, ചിലപ്പോൾ 8%, 7% ഒക്കെ ആയിരിക്കാം, 8.4 ആയിരിക്കാം. എത്രയാണോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അതാണോ അപ്പോൾ കൊടുക്കുന്ന സേവിങ്സ് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ കുറവ്, ആ കുറവുള്ള റേറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു മാസത്തേക്ക് കണക്കാക്കുക. നമുക്ക് കണക്കാക്കുന്ന റേറ്റ്
സേവിങ്സ് അക്കൗണ്ടിന്റെ ഡെപ്പോസിറ്റ് ആണോ എഫ് ഡിക്ക് നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്ന റേറ്റ് ആണോ കുറവ്, ആ കുറവ് റേറ്റ് ആയിരിക്കും നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു മാസത്തേക്ക് തരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, കാരണം അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സേവിങ്സ് അക്കൗണ്ട് ഓർ കോൺട്രാക്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ എഫ് ഡി വിച്ച് എവർ ഈസ് ലോവർ, ഇതിൽ ഏതാണോ കുറവ് ആ റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി, അടുത്ത ചോദ്യമാണ് കേട്ടോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഈസ് മെയിൻറ്റൈൻഡ് ആസ് പെർ വിച്ച് ഓഫ് ദ ഫോളോവിങ്, ഏത് ആക്ട് ഏത് സെക്ഷൻ പ്രകാരമാണ് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? സെക്ഷൻ 42(1) ഓഫ് RBI ആക്ട്, സെക്ഷൻ 42 ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, സെക്ഷൻ 42 ഓഫ് RBI ആക്ട്, സെക്ഷൻ 24 ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്. നല്ല കൺഫ്യൂഷൻ വരുന്ന ഒരു ഓപ്ഷനാണ് തന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. കാരണം ഇവർ ഈ 42 വെറുതെ നിന്നതല്ല, കാരണം 42ന്റെ അകത്തും കാര്യമുണ്ട്, മനസ്സിലായോ? എന്തൊക്കെയോ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്നുള്ളത് കൊണ്ടാണ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് ഉത്തരം വരുന്നത് ആദ്യം ഒന്ന് പറയാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 24 ഓഫ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്. ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. മക്കളെ, ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ? ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് BR ആക്ട് 1949 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. BR ആക്ടിലും അതുപോലെ തന്നെ RBI ആക്ട്, അതുപോലെ തന്നെ BR ആക്ടിലും പറയുന്നുണ്ട്, RBI ആക്ടിലും നമ്മൾ CRR SLR കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് പറയുന്നുണ്ടെന്ന് ഓർത്തു വയ്ക്കുക. ഏതൊക്കെ ആക്ടിലുണ്ട്? BR ആക്ടിലുണ്ട്, അതുപോലെ തന്നെ ഏത് ആക്ടിലുണ്ട്? RB റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിലും പറയുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കണം. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. CRR കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, CRR കുറിച്ച് BR ആക്ടിന്റെ സെക്ഷൻ 18ലും RBI ആക്ടിന്റെ സെക്ഷൻ 42, കൃത്യമായി പറഞ്ഞ 42(1)ലുമാണ് CRR കുറിച്ച് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ BR ആക്ട് 18, RBI ആക്ട് 42(1)ലാണ് CRR ക്യാഷ് റിസർവ് റേഷ്യോയെ കുറിച്ച് പറയുന്നത്. ഇനി SLR കുറിച്ച് പറയാറുണ്ടല്ലോ. SLR കുറിച്ച് പറയുന്നത് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 24ലാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. നമുക്ക് RBI ആക്ട് അത് പഠിക്കേണ്ടതില്ല, ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ SLR-ൽ BR ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി എന്താണ് BR ആക്ട് 18ലും RBI ആക്ടിലും പറയുന്ന വ്യത്യാസം നിങ്ങൾക്കറിയാമോ? അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കണക്കാക്കുന്ന അല്ലെങ്കിൽ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തന്നിട്ട് പോകാം, കാരണം അത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ക്ലാരിഫൈ ചെയ്തു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മുൻപോട്ട് പഠിക്കുമ്പോഴാണെങ്കിലും ഉപകാരപ്പെടുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ടുന്ന CRR ആണ് കേട്ടോ, നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ. എന്നാൽ RBI ആക്ടിൽ പറയുന്നത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പൊ മനസ്സിലായി? ഓർത്തിരിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം മക്കളെ. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ RBI ആക്ടിന്റെ സെക്ഷൻ 2ൽ വന്നിട്ടുള്ളതാണ്. RBI ആക്ടിന്റെ സെക്ഷൻ 2ൽ വന്നിട്ടുള്ളതാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ഓർത്തണം, ഷെഡ്യൂൾഡ് ബാങ്കിന്റെ CRR പറയുന്നത് RBI ആക്ടിൽ തന്നെയാണ്. ഓക്കെ ആണേ, അത് മനസ്സിലായി. അപ്പൊ 42(1)ലാണ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള പറയാം. നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ BR ആക്ട് സെക്ഷൻ 18 പറയുന്ന CRR ഏത് ബാങ്കിലാണ് കീപ്പ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് എങ്ങനെ വേണേലും കീപ്പ് ചെയ്യാം. SBIയിൽ കീപ്പ് ചെയ്യാം, മറ്റൊരു ഷെഡ്യൂൾഡ് ബാങ്കിലോ ഇറ്റ്സെൽഫ് ഇവർക്ക് തന്നെയാണേലും കീപ്പ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. മറ്റൊരു ബാങ്കിലാണേലും SBIയിലോ എങ്ങനെയുള്ള ബാങ്കുകളിൽ വേണേലും ഇവർക്ക് CRR കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിന്റെ CRR അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെ മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഇവർക്ക് വേണേൽ RBIയിലും കീപ്പ് ചെയ്യാം കേട്ടോ. ഇവർക്ക് എന്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ ഷെഡ്യൂൾഡ് ബാങ്ക് RBI ആക്ടിന്റെ 42 പ്രകാരം RBI തന്നെയാണ് CRR കീപ്പ് ചെയ്യുന്നത്. എന്താ CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് ഒരു ബാങ്കിലേക്ക് വരുന്ന തുക മുഴുവൻ എടുത്ത് ബാങ്കിന് വിനിയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം വരുന്ന തുക മുഴുവൻ എടുത്ത് ബാങ്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആൾക്കാർ വിഡ്രോ ചെയ്യാൻ വരുമ്പോഴത്തേക്കും അവർക്ക് എങ്ങനെ കാശ് കൊടുക്കാൻ പറ്റും? ശരിയല്ലേ? അപ്പൊ ഒരു നിശ്ചിത തുക മാറ്റിവെക്കണം. എന്തിനു വേണ്ടി? ഒരു കരുതലായിട്ട് മാറ്റിവെക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ CRR-ഉം SLR-ഉം എല്ലാം ബാങ്കുകൾ കീപ്പ് ചെയ്യാറുള്ളത്. അപ്പൊ CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ, ക്യാഷ് തന്നെയായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ് CRR ക്യാഷ് റിസർവ് റേഷ്യോ. എന്നാൽ SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ക്യാഷ് എന്നില്ല, ക്യാഷിലേക്ക് വേഗം കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സെക്യൂരിറ്റി ആയിട്ട്
നമ്മൾ കീപ്പ് ചെയ്യണം എന്നാണ് SLR പറയുന്നത്. SLRന്റെ ക്ലാസ് അടുത്ത ദിവസം നമുക്ക് BR ആക്ട് എടുക്കുമ്പോൾ കൃത്യമായിട്ട് അതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ പേരിൽ തന്നെ നമുക്ക് അടുത്ത ചോദ്യം നോക്കി പോകേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ, ചെറിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ 24 ഓഫ് ബാങ്ക് റെഗുലേഷൻ ആയിട്ടോ. SLR 24, BR ആക്ടിന്റെ 24 പ്രകാരമാണ് കീപ്പ് ചെയ്യുന്നത്. ആസ് പെർ സെക്ഷൻ 24 ഓഫ് ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949 requires every banking company to maintain in India equivalent to an amount which shall not and close of a business any day be less than as prescribed by RBI as a percentage of total its net demand and time liability. എന്തിന്റെ ആയിരിക്കും മക്കളെ? ടോട്ടൽ ഓഫ് ഇറ്റ്സ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റി. അത് ഓർത്ത് വെക്കുക. എന്താണ് വേഡിങ് എന്നുള്ളതിന്റെ അർത്ഥം നോക്കണമെങ്കിൽ ഒരുപാട് പഠിച്ചു പോകണം. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റി എന്ന് ഓർത്താൽ. ടൈം ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ വേഗം തന്നെ കൊടുക്കേണ്ടത് ലൈബിലിറ്റി ആണ്. ടൈം ലൈബിലിറ്റിക്കകത്ത് ഏതൊക്കെ വരും എന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റി. നെറ്റ് ഡിമാൻഡ് വരുന്നു എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് പോകാനുള്ള ഡിമാൻഡ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ലൈബിലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റിയുടെ ഇത്ര പെർസെന്റേജ് കീപ്പ് ചെയ്യണമെന്നുള്ളത് SLR ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് നമ്മുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഇസ് നോൺ ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇനി ഇവിടെ ഒരു മാക്സിമം റേറ്റ് പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചു വെക്കണേ. SLRന് ഒരു മിനിമം റേറ്റ് ഒന്നുമില്ല, പക്ഷെ ഒരു മാക്സിമം എത്ര വരെ SLR വരാം എന്ന് ചോദിച്ചാൽ ആ SLR 40% വരെ വരാം എന്നുള്ളത് ഓർത്തിക്കുക. 40% വരെ വരാം. അത് RBIയുടെ ഡിസ്ക്രിപ്ഷൻ ആണെന്ന് ഓർത്തിക്കുക കേട്ടോ. RBI can change rate of SLR with a minimum RBI discretion and maximum of 40 at net demand and time liability ഓർത്ത് വെക്കുക. ഇനി SLR is to be maintained at the close of business on daily basis. അതൊന്ന് ഓർത്ത് വെക്കണേ. എടാ ഓരോ ദിവസത്തെയും ഡെയിലി ബേസിസിലായിരിക്കും. ഡെയിലി ബേസിന്റെ അടിസ്ഥാനത്തിൽ ഡെയിലി നമുക്ക് വരുന്ന നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റിയുടെ ബേസിലാണ് SLR കീപ്പ് ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒന്ന് ഓർത്ത് വെക്കണം, കാരണം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ആസ് പെർ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എവരി ബാങ്ക് ഇസ് റിക്വയർഡ് ടു കീപ്പ് എ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഡിപ്പോസിറ്റ് ഇൻ ലിക്വിഡ് അസറ്റ്. ഒരു ഫിക്സഡ് പെർസെന്റേജ് ലിക്വിഡ് അസറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം. SLR എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് കേട്ടോ. ഇനി ആസ് പെർ സെക്ഷൻ 42(1) ഓഫ് RBI ആക്ട്, നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പറഞ്ഞല്ലേ, RBI ആക്ട് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, അതാ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഏത് ബാങ്കുകളെ കുറിച്ച് പറയുന്നത്? ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കുറിച്ച് പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് RRB in India are required to keep a specific percentage of total demand and time liability with റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് പറയുന്നത് ഏതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. CRRനെ കുറിച്ച് പറയുന്നതാണ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. ഇൻ ഇന്ത്യ റിക്വയർഡ് ടു സ്പെസിഫിക് പെർസെന്റേജ് ടോട്ടൽ ഡിമാൻഡ് ടൈം ലൈബിലിറ്റി വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവരെവിടെ സൂക്ഷിക്കണം? അവര് RBI തന്നെ ആ എമൗണ്ട് സൂക്ഷിക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ക്ലിയർ ആയില്ലേ? നമ്മളെ അടുത്ത ചോദ്യം നിൽക്കടാ. ടു ബി എ ഷെഡ്യൂൾഡ് ബാങ്ക് ദ ബാങ്ക് ഹാസ് ടു ബി വൺ ഓഫ് ദ ഫോളോവിങ്. താഴെ പറയുന്നതിൽ ഷെഡ്യൂൾഡ് ബാങ്ക് ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഏതാണ്? നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ്. കാരണം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നതാണ്. ഇതാണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. RBI ആക്ടിന്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്നതാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. ഇവിടെ ഓപ്ഷൻ ഇതാണ്: സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, കമ്പനി ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് കമ്പനീസ് ആക്ട്, ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്, എനി ഓഫ് ദ എബോ. ഏതാണ് ഉത്തരം വരുന്നത്? നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, സാറേ അതിന്റെ ഉത്തരം എന്താണ്? ഡൗട്ട് എന്താണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് നിങ്ങൾ പറഞ്ഞു ഉത്തരം. പക്ഷെ ഞാൻ പറയുന്ന ഉത്തരം അതല്ല. ഉത്തരം ഡി, എനി ഓഫ് ദ എബോ. ഈ പറയുന്നതെല്ലാം നമുക്ക് ഏതായിട്ട് പരിഗണിക്കാം? ഷെഡ്യൂൾഡ് ബാങ്ക് ആയിട്ട് പരിഗണിക്കാം എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? ഈ പറഞ്ഞ ഏതിനെ നിങ്ങൾക്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആയിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് നോക്കിയാലോ? ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ those banks that are listed under Schedule 2 of Reserve Bank of India 1934 Act. RBI Act 1934ന്റെ രണ്ടാം ഷെഡ്യൂളിൽ വരുന്നവയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. CSCB എക്സാമിനും PSCക്കും പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ഷെഡ്യൂൾ 2യിലേക്ക് ഒരു ബാങ്കിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്താണ്? ഇതാണ് ചോദ്യം. ഷെഡ്യൂൾ 2യിൽ വരുന്നതാണ് എന്ത് ബാങ്കുകൾ? ഷെഡ്യൂൾഡ് ബാങ്ക്. എന്റെ ചോദ്യം, ഷെഡ്യൂൾഡ് ബാങ്ക് ആകണമെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻസ് വേണ്ടിയത്? ടു ബി എ ഷെഡ്യൂൾഡ് ബാങ്ക് മസ്റ്റ് ഹാവ് താഴെ പറയുന്നവ വേണം. എന്തൊക്കെ? ബാങ്ക് മസ്റ്റ് ഹാവ് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 5 lakh rupees. എടേ,
പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിസർവ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 ലക്ഷം രൂപ വേണം. ഒരു ബാങ്ക് ഷെഡ്യൂൾഡ് ആകണമെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 ലക്ഷം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഈ 1 ലക്ഷത്തിന്റെ കണക്ക് നിങ്ങൾ ഓർത്തിരിപ്പുണ്ടോ എവിടെയെങ്കിലും? 1 ലക്ഷം 1 ലാക്ക് ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. ചോദിക്കാം, CSEB ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് വേണ്ടിയതെന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ ഒരു ബാങ്ക് ആയിട്ട്, ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിന്റെ ബാങ്ക് ആയിട്ട് മാറ്റണമെങ്കിൽ, ബാങ്ക് ആയിട്ട് വരണമെങ്കിൽ അവർക്ക് വേണ്ടിയ ക്യാപിറ്റൽ എത്രയെന്ന് ചോദിച്ചാൽ, ഒരു ബാങ്ക് ആകണമെങ്കിൽ മിനിമം ഒരു ബാങ്കിങ് സ്ഥാപനത്തിന്റെ പട്ടികയിൽ വരണമെങ്കിൽ അവർക്ക് വേണ്ടിയത് 1 ലക്ഷം രൂപ. അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെയാണ് നമ്മൾ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. ഓർത്തു വെക്കണേ, ഒരു പ്രൈമറി കോപ്പറേറ്റീവ് CSEB ചോദ്യമാണല്ലേ. പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? UCB ആണ്. ബാക്കിയുള്ളതൊന്നും ബാങ്ക് ആയിട്ട് വരത്തില്ല. അപ്പൊ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ RBI യുടെ കീഴിൽ റിസർവ് ബാങ്ക് BR ആക്ട് അനുസരിച്ച് നിൽക്കുന്നതാണ് ബാങ്ക്. അങ്ങനെ ഒരു UCB ബാങ്ക് ആകണമെങ്കിൽ അവർക്ക് മിനിമം വേണ്ടി 1 ലക്ഷം. എന്നാൽ ഷെഡ്യൂൾഡ് ബാങ്കായി മാറണമെങ്കിൽ, ഷെഡ്യൂൾഡ് ബാങ്ക് ആണെങ്കിൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 ലക്ഷമാണ് വേണ്ടിയത്. ഓർത്തിരിക്കുമല്ലോ അല്ലെ? 5 ലക്ഷമാണ് ഷെഡ്യൂൾഡ് ബാങ്കിന് വേണ്ടിയത് എന്ന് ഓർത്തിരിക്കുക. ഇനി thereafter are not detrimental to the interest of their depositors. ഇവിടെ പറഞ്ഞ എന്താ? ഡിട്രിമെന്റൽ ആകല്ലെന്ന് പറഞ്ഞാൽ ഈ ഡെപ്പോസിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിന്, താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടോ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാത്ത രീതിയിലോ ആയിരിക്കരുത് എന്ത് അവരുടെ ബിസിനസ് കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യുന്നത്. ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, മിനിമം 5 ലക്ഷം വേണം ക്യാപിറ്റൽ. അവരുടെ പ്രവർത്തനം ഡെപ്പോസിറ്റേഴ്സിന് അനുകൂലമായിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ താഴെ പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മുടെ PYQൽ വന്നിട്ടുള്ളത്. എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, കമ്പനി ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് കമ്പനീസ് ആക്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്, എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ എനി ഇന്ത്യൻ ലോ ഓർ എനി അതർ ഫോറിൻ ലോ. ഈ പറയുന്നതും കൂടെ ആണെങ്കിലും അവർക്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആകാം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ മേളത്തെ ക്രൈറ്റീരിയ ബാധകമായിരിക്കും എന്നുള്ളത് ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പം മിനിമം 5 ലക്ഷം വേണം, ഇൻട്രസ്റ്റ് അവരുടെ സംരക്ഷിക്കുന്നവരായിരിക്കണം എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം നേരത്തെ പറഞ്ഞതാണ്, ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? നമ്മുടെ RBIയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? CRR. മറ്റു നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ BR ആക്ട് 18 പ്രകാരം RBIയിൽ വേണമെന്ന് നിർബന്ധമില്ല. അവർക്ക് തന്നെ SBIയിലോ ഒരു കേരള ബാങ്കിലോ എങ്ങനെ വേണമെങ്കിലും അവർക്ക് സൂക്ഷിക്കാം, യാതൊരു കുഴപ്പമില്ല കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തത് ഒരു ചോദ്യം കൊണ്ട് നോക്കിയേ. അണ്ടർ സെക്ഷൻ 26 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വിച്ച് വൺ ഈസ് കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? എ മൈനർ cannot draw promissory note or a check. ഒരു മൈനർക്ക്, മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള വ്യക്തിക്ക് പ്രോമിസറി നോട്ട് എഴുതി തയ്യാറാക്കുകയോ അല്ലെങ്കിൽ ചെക്ക് എഴുതി കൊടുക്കാനോ കഴിയില്ലെന്നാണ് പറയുന്നത്. അടുത്തത് താഴെ പറയുന്നത് ഏതാണ് കറക്റ്റ് എന്നാ ചോദ്യം കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോ. നിങ്ങൾ ഈ ചോദ്യം കാണുമ്പോഴേ കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ടിക്ക് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ ഓപ്ഷന്റെ താഴെ ഓപ്ഷൻ ശരിയുള്ളതെല്ലാം ശരി കൊടുക്കുക, തെറ്റുള്ളത് തെറ്റിടുക. ഇവിടെ ശരിയാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ശരി കൊടുക്കണം, തെറ്റാണ് കണ്ടെത്തേണ്ടത് ഇവിടെ തെറ്റ് വന്നതാണ് എങ്കിൽ നിങ്ങൾ തെറ്റെടുക്കണം. ഓക്കെ ആണ്, അത് ആദ്യം തന്നെ ശ്രദ്ധിക്കണം, ചോദ്യം മാറിപ്പോയിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എ മൈനർ കനോട്ട് ഡ്രോ പ്രൊമിസറി നോട്ട് ചെക്ക്, ചെക്കോ പ്രൊമിസറി നോട്ടോ മൈനർക്ക് എഴുതാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. കഴിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ നോക്കാം നമുക്ക്. ഇനി അടുത്ത ഓപ്ഷൻ ബി വായിച്ചേ. എ മൈനർ ഹു ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു ദ പാർട്ണർഷിപ്പ് ഫേം ക്യാൻ ഡ്രോ എ ചെക്ക്. ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു മൈനറിനെ അപ്പോയിന്റ് ചെയ്താൽ പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടി ആ മൈനർക്ക് ഒരു ചെക്ക് എഴുതി കൊടുക്കാൻ കഴിയും. അതായത് പാർട്ണർഷിപ്പിൽ ഒരു പാർട്ണറായിട്ട്, ഒരു അംഗമായിട്ട് അദ്ദേഹത്തിന് ചെക്ക് എഴുതി കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി എ മൈനർ ക്യാൻ ഡ്രോ, ആക്സെപ്റ്റ്, എൻഡോഴ്സ് ആൻഡ് നെഗോഷ്യബിൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ഓർ ചെക്ക് ബൈൻഡിങ് ഓൾ പാർട്ടീസ് എക്സെപ്റ്റ് ഹിംസെൽഫ്. ഒരു മൈനർക്ക് ചെക്ക് എഴുതാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാം, പ്രൊമിസറി നോട്ട് എഴുതി കൊടുക്കാം. പക്ഷെ അദ്ദേഹം അതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലും കുറ്റക്കാരനാകില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ടീസ് എല്ലാം ലൈബിൾ ആയിരിക്കും എന്ന് പറയുന്നു. അത് ശരിയാണോ? അടുത്തത് മൈനർ ക്യാൻ ബി ഹെൽഡ് ലൈബിൾ ഫോർ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹി ഹാസ് അക്സെപ്റ്റഡ്. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ ലൈബിൾ ആണ്. അതായത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും കേസുകൾ വന്നാലും അദ്ദേഹം അതിൽ ഉൾപ്പെടുമെന്നാണ് പറയുന്നത്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? നമുക്കറിയാം ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതാൻ സാധിക്കുമോ? ഒരു മൈനർക്ക് എഴുതാൻ സാധിക്കും. അപ്പം cannot draw എന്നുള്ളത് തെറ്റാണ്. കാരണം ഒരു മൈനർക്ക് പ്രോമിസറി നോട്ട് എഴുതാം, ചെക്ക് എഴുതാം, യാതൊരു കുഴപ്പമില്ല എഴുതാം. അപ്പൊ ഇത് തെറ്റാണ്.
അപ്പൊ നമുക്ക് കണ്ടെത്തുന്നത് ശരിയാണ്. അപ്പൊ ഓപ്ഷൻ എ അല്ല നമ്മുടെ ഉത്തരം. അടുത്തത് മൈനർ ഹു ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു ദ പാർട്ണർഷിപ്പ് ഫേം ക്യാൻ ഡ്രോ ചെക്ക്. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വലിയ പാടാണ്. എല്ലാ പാർട്ട്നേഴ്സിന് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മൈനറിനെ പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണർ ആയിട്ട് അംഗീകരിക്കൂ. എന്നാലും പാർട്ണറിന്റെ ഫുൾ അധികാരം ഒന്നും വരത്തില്ല. മനസ്സിലായോ? 18 വയസ്സ് കഴിഞ്ഞാലേ ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ ഫുൾ അധികാരത്തിൽ വരത്തുള്ളൂ. 6 മാസമുള്ള അദ്ദേഹം ലെറ്റർ കൊടുക്കണം, അത് അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിബന്ധനകളുണ്ട്. നമുക്കത് പഠിക്കാം. പക്ഷെ ഇവിടെ പറയുന്ന ഈ വാചകം തെറ്റാണ്. കാരണം ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണറായി നിന്നുകൊണ്ട് ഒരു മൈനർക്ക് ചെക്ക് എഴുതാൻ കഴിയില്ല. മനസ്സിലായല്ലോ? മൈനർ ഹു ഹാസ് ബീൻ അഡ്മിറ്റഡ് ടു ദ പാർട്ണർഷിപ്പ് ഫേം ക്യാൻ ഡ്രോ ചെക്ക് എന്നുള്ളത് തെറ്റാണ്. അടുത്തത് മൈനർ ക്യാൻ ഡ്രോ അക്സെപ്റ്റ് ചെക്ക് എൻഡോഴ്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പറ്റും, ഡ്രോ ചെയ്യാൻ പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, എൻഡോഴ്സ് ചെയ്യാൻ പറ്റും, എന്തു വേണേലും ചെയ്യാം. പക്ഷേ അദ്ദേഹം ബാധ്യസ്ഥനായിരിക്കില്ല, മറ്റുള്ള പാർട്ടികളായിരിക്കും. ഇദ്ദേഹം ഒരു ചെക്ക് എഴുതി കൊടുത്തു, ക്യാഷ് കിട്ടിയില്ലെന്ന് പറഞ്ഞ ഒരു കേസിന് പോയാലും അദ്ദേഹം അതിൻ്റെ അകത്ത് ഉത്തരവാദി അല്ലാര്, മൈനർ ഉത്തരവാദി അല്ലെന്ന് പറയുന്നത്. അത് ശരിയാണ് കേട്ടോ. സെക്ഷൻ 26 NA ആക്ട് പ്രകാരം അത് ശരിയാണ്. അടുത്തത് മൈനർ ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഫോർ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഹി ഹാസ് അക്സെപ്റ്റഡ്. ശരിയാണോ? അദ്ദേഹം ബാധ്യസ്ഥനാകുമോ? ഇല്ല, ഒരിക്കലും മൈനർക്ക് യാതൊരുവിധ ബാധ്യസ്ഥതയും ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് കണ്ടെത്തത് ശരിയായിരുന്നു. നമ്മൾ കണ്ടെത്തി ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. മൈനർ എന്ന് പറഞ്ഞാൽ 10 വയസ്സ് കംപ്ലീറ്റ് ആകുന്ന ആളല്ല. ഇവിടെ 10 വയസ്സെന്ന് കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ തെറ്റിയിരിക്കരുത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ മേജർന്നും 18 വയസ്സിൽ താഴെയുള്ളത് മൈനർന്നും തരംതിരിക്കുന്നു. ഇനി മൈനർ ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റോ കറണ്ട് ഡെപ്പോസിറ്റോ ഏത് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മൈനർ ആയിട്ട് വരുന്ന വ്യക്തിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഒരു മൈനർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം പേരിൽ സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അവകാശം കിട്ടുന്നത് അദ്ദേഹം 10 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ. 10 വയസ്സ് കംപ്ലീറ്റ് ചെയ്തൊരു വ്യക്തിക്ക് സ്വന്തമായിട്ട് സ്വന്തം പേരിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. മൈനർ who have completed 10 years age could sign his name, can open savings account, fixed deposit, recurrent deposit എല്ലാം ഓർത്തു വയ്ക്കുക. ഇതെല്ലാം അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് മൈനർ cannot open കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മൈനർക്ക് സാധിക്കത്തില്ല. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്മാൻ ഉപയോഗിക്കുന്നതാണ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, എപ്പോ വേണമെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യാം. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അനുവദിച്ചു കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ടിനാണ് എന്നുള്ളതെല്ലാം നമുക്കറിയാം. ഒരു മൈനർക്ക് കറണ്ട് അക്കൗണ്ട് ലഭിക്കത്തില്ല. 2 minors cannot open a joint account. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഒരു CSCB ഒരു മാർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് 0.5 മാർക്ക് ഞാൻ ഇട്ട് തരികയാണ്. അടുത്ത എക്സാമിന് 0.5 മാർക്കാണിത്. എന്താണ്? 2 minors cannot open a joint account. മൈനർ 2 മൈനേഴ്സ് ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. 2 മൈനേഴ്സിന് ഒരിക്കലും ജോയിന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് ഓർത്തു വയ്ക്കുക. ജോയിന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 2 അതിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ്. ഇനി ദ മൈനേഴ്സ് അക്കൗണ്ട് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ബി ഓവർഡ്രോൺ. അതായത് ഓവർഡ്രോൺ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ്. അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ അതിനേക്കാൾ കൂടുതൽ തുക വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓവർ ഡ്രാഫ്റ്റ്. ഒരിക്കലും മൈനർ അക്കൗണ്ടിൽ അത് സാധിക്കില്ല. കറണ്ട് അക്കൗണ്ടിലാണത് കിട്ടുന്നത്. കറണ്ട് അക്കൗണ്ട് മൈനേഴ്സിന് പറ്റുകയില്ല. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റും പറ്റുകയില്ലെന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. മൈനർ കനോട്ട് മേക്ക് നോമിനേഷൻ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. മൈനർക്ക് നോമിനേഷൻ വെക്കാൻ സാധിക്കില്ല, പക്ഷെ മൈനർക്ക് ഒരു നോമിനി ആയിട്ട് നിൽക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു അച്ഛനും മകനും ആണ് എന്നിരിക്കട്ടെ. ഇപ്പം മൈനറുടെ കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഒരു കുട്ടിയുടെ അച്ഛനാണ്. ഇദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടെന്ന് കരുതുക. ഇദ്ദേഹത്തിന്റെ മകനാണ് കേട്ടോ. അച്ഛനും മകനുമാണ്. അച്ഛൻ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അച്ഛൻ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. നോക്കിക്കടാ മക്കളെ, ഇത് നമ്മുടെ ബാങ്കാണ് കേട്ടോ. ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ആരുടെ അക്കൗണ്ട് ആണ്? അച്ഛന്റെ പേര് A എന്നായിക്കോട്ടെ, മകന്റെ പേര് B എന്നിടാം. ഇവിടെ A എന്ന് പറയുന്ന വ്യക്തിക്ക് അക്കൗണ്ട് ഉണ്ട്. എയുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് ഈ കുട്ടിക്ക് 15 വയസ്സ്, 15 ഇയേഴ്സ് ആണ് പ്രായം എന്ന് കരുതുക കേട്ടോ. 15 വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം വരുന്നത്. അച്ഛനൊരു 40 വയസ്സിരിക്കട്ടെ. 40 വയസ്സെന്നോ 35 40 ഇയേഴ്സ് ഇരിക്കട്ടെ. ഓക്കെ, ഇങ്ങനെ 40 വയസ്സ് ആണ്. ഓക്കെ, 15 വയസ്സും 40 വയസ്സുമാണ്.
ഓക്കെ, നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 40 വയസ്സുള്ള ഇദ്ദേഹം ഒരു അക്കൗണ്ട് എവിടെ ഓപ്പൺ ചെയ്തു? ബാങ്കിൽ ഇദ്ദേഹം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ 40 വയസ്സുള്ള ഇദ്ദേഹം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 15 വയസ്സുള്ള തന്റെ മകനെ നോമിനി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. മനസ്സിലായോ? അപ്പോ മൈനർ ആയ വ്യക്തിക്ക് ഒരു നോമിനി ആയി നിൽക്കാൻ സാധിക്കും, നോമിനി ആയിട്ട് നിൽക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതേ ബാങ്കിൽ തന്നെ ബി എന്ന് പറയുന്ന മൈനർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഒരിക്കലും ഒരു നോമിനി ആയിട്ട് ഒരാളെ വെക്കാൻ സാധിക്കില്ല, ഒരു നോമിനിനെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കണം, നിങ്ങൾ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കി വെക്കണം. മൈനർ കനോട്ട് മേക്ക് നോമിനേഷൻസ് വെക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ. മൈനർക്ക് നോമിനേഷൻ വെക്കാൻ സാധിക്കില്ല, ബട്ട് ക്യാൻ ബിക്കം നോമിനി ഇൻ എനി അക്കൗണ്ട്, അദ്ദേഹത്തിന് ഒരു നോമിനി ആയിട്ട് നിൽക്കാം, യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് പറയുന്നത്. അടുത്തത്, മൈനർ കനോട്ട് അപ്പോയിന്റ് ഏജന്റ് ബട്ട് ഹി ക്യാൻ ബിക്കം ഏജന്റ്. ഇതുപോലെ തന്നെയാണ്, മൈനർക്ക് മറ്റൊരാളെ ഏജന്റ് ആയിട്ട് വെക്കാൻ സാധിക്കില്ല. ഒരു ഏജന്റ് ആയിട്ട് ഒരാളെ വെക്കാൻ മൈനർക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ മൈനർക്ക് ആരുടെയെങ്കിലും ഏജന്റ് ആയിട്ട് നിൽക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആക്ഷൻ ടേക്കൺ ബൈ മൈനർ ഏജന്റ് ദ പ്രിൻസിപ്പൽ വിൽ ബി ലയബിൾ. അതായത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മൈനർ അവിടെ കുറ്റക്കാരനാകില്ല, പ്രിൻസിപ്പൾ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കും കുറ്റക്കാരനായിട്ട് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അടുത്താണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ചോദ്യമേ, മൈനർ മേ ഡ്രോ എൻഡോഴ്സ് ആൻഡ് നെഗോഷിയേറ്റ് എ ചെക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസർ നോട്ട് ബട്ട് ഹി കനോട്ട് ബി ഹെൽഡ് ലയബിൾ ഓൺ സച്ച് ഡെപ്പോസിറ്റ് ഓർ ബിൽ. ചെക്ക് ഓർ ബിൽ, അതായത് മൈനർക്ക് ബില്ല് എഴുതാം, ചെക്ക് എഴുതാം, ആ ബില്ല് അക്സെപ്റ്റ് ചെയ്യാം, ചെക്ക് എഴുതാം, പ്രോമിസർ നോട്ട് എഴുതാം, യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് പറയുന്നത്. ഹി കനോട്ട് ബി സ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് എ ബിൽ അക്സെപ്റ്റഡ് ബൈ ഹിം ഡ്യൂറിംഗ് ഹിസ് മൈനോറിറ്റി. മൈനോറിറ്റിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തൊരു ബില്ലിന് പുറത്ത് ഒരിക്കലും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. സച്ച് ബില്ലർ ചെക്ക് നെവർതലെസ് വിൽ ബി എ വാലിഡ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഓൾ അതർ പാർട്ടി വിൽ ബി ഹെൽഡ് ലയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് കപ്പാസിറ്റി. മറ്റുള്ളവരെല്ലാം കുറ്റക്കാരാവും, അതിൻ്റെ അകത്ത് കുഴപ്പമില്ല, അത് എഴുതി കൊടുക്കുന്നതിന്റെ വാലിഡിറ്റിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു. സെക്ഷൻ 26 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 26 പ്രകാരം അത് പറയുന്നുണ്ട് എൻ ആക്ടിൽ കേട്ടോ. അപ്പൊ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ്, കാരണം തെറ്റിപ്പോകാൻ വളരെയേറെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നിങ്ങളുടെ പഠനം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് അൻറ്റിൽ യു വിൽ. നിങ്ങൾ ജയിക്കുന്നത് വരെ നിങ്ങളുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇത് ഉപയോഗപ്പെട്ടെന്ന് ആശംസിക്കുന്നു. നല്ലൊരു എക്സാം നിങ്ങളുടെ മുമ്പിലുണ്ട്, നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എഴുതുക, നല്ലൊരു വിജയം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.